പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമുക്ക് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും ഒരു വിശുദ്ധ ആരാധനയുടെ ദിനം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകുകയും ഈ വേളയിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ, കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവല്ലോ. അതെ, കർത്താവിൻ്റെ ദയ എത്ര വിലയേറിയത്! അവൻ്റെ ദയ ആകാശത്തോളം എത്തുന്നത്, അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും തന്നെ. ഇത് തിരിച്ചറിയുവാനും പ്രാപിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കൃപ നേടിയവർ ഇത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നമ്മെ ദൈവമക്കളാക്കി തീർത്തതും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമാറാക്കിയതും ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. നാം ഇന്നും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ്. രാത്രി തോറുമുള്ള നിന്റെ വിശ്വസ്തതയും രാവിലെ തോറുമുള്ള നിന്റെ ദയയും വലിയത് എന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും ഒന്നുകൊണ്ട് മാത്രം നാം ഇന്നും ദൈവമക്കളായി തുടരുന്നു. കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ആകയാൽ നാം സുരക്ഷിതരായിരിക്കുന്നു. ദൈവീക കരുതലും കാവലും നമ്മോടൊപ്പമുണ്ട്. നാം ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വരവോളം അവൻ നമ്മെ ഈ ഭൂമിയിൽ സുരക്ഷിതമായി സംരക്ഷിക്കും. കർത്താവിൻ്റെ വരവിൽ നാം അവനോടൊപ്പമാകും. ആ നാൾ വരെയും നമ്മെ തൻ്റെ കൃപയാൽ സംരക്ഷിക്കുന്നവനായ ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. ഈ വേളയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. പിതാവേ, അവിടുത്തെ ദയ ഒന്നുകൊണ്ട് മാത്രം ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചവരായ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രം കർത്താവിൻ്റെ കൃപയിൽ തുടരുന്നവരായ ഞങ്ങൾ, ദൈവമക്കൾ എന്ന പദവിയിൽ തുടരുന്നവരായ ഞങ്ങൾ നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ ചിറകിൻ നിഴലിൽ ശരണം തേടുന്നവരായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഗ്ലോറി ടു ഗാഡ്. നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ അല്പനേരമായിരിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേൽ കടന്നു വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഒരിക്കൽ കൂടെ പ്രവർത്തിക്കുമാറാകണമേ. ദൈവാത്മശക്തി പരിവർത്തിക്കുമാറാകണമേ. പിതാവേ, ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ദയയും കൃപയും വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഗ്ലോറി ടു ഗാഡ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇതിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവന്റെ മുമ്പിൽ താണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുമ്പിൽ താണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശു അല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശു അല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്ന ശ്വാസം പകരും അവൻ. മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്ന ശ്വാസം പകരും അവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. നന്ദിന്റെ ഹൃദയത്തോട് ഞങ്ങൾ ജനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങൾ ജനെ സ്തുതിക്കുന്നു കർത്താവേ. തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായി ഞങ്ങളെ അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം തെരഞ്ഞെടുത്തതോർത്ത് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ മാത്രം അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനാൽ മുദ്രയിട്ട് ദൈവമക്കളാക്കി തീർത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർത്തതോർത്ത്
നന്ദിയോട് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ മക്കളായി തീരുവാനും മാത്രം അവിടുന്ന് ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ദയയും കൃപയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അല്പനേരം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് ദൈവവചനം മുഖാന്തരം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. വചനം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇടപെടുമാറാകണമേ. കർത്താവിന്റെ വചനം ഓരോ ഹൃദയങ്ങളിലും വിതയ്ക്കപ്പെടുമാറാകണമേ. ദൈവത്തിന്റെ കൃപ ഓരോ ഹൃദയത്തിലും പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. നന്ദിയോട് ഞങ്ങൾ ഇതിനെ മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി ഒരിക്കൽ കൂടെ ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിന്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേൽ കടന്നു വരുമാറാകണമേ. കർത്താവിന്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു കർത്താവേ. പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന നേരം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവാത്മ ശക്തി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ ഇതിനെ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ഇതിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, കാലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, കാലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂന്നി താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂന്നി താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ. മേഘാരൂഢനായി
വന്നിടുമേ. 10,000 പേരിലും സുന്ദരൻ തന്റെ കോമാള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമാള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിടുക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിടുക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിടുക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിടുക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ആരാധന വേളയിൽ ദൈവം തന്നിരിക്കുന്നതായ ദൂത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ദയവായി ശ്രദ്ധിക്കുകയും ഇതിൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. ഒരു വചനം വായിക്കാം. സങ്കീർത്തനത്തിൽ ഒരു വചനം. സങ്കീർത്തനം 23 അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനം 23 1-ാമത്തെ വാക്യം. കർത്താവ് എൻ്റെ ഇടയനാകും, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. ഇത് ദാവീദ് പറയുന്നതാണ്. സങ്കീർത്തനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിച്ചു കേട്ടത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എനിക്ക് ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവിൻ്റെ ഇടയനാകയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുകൊണ്ടും ഒരു കുറവും സംഭവിക്കില്ല. കാരണം കർത്താവ് എനിക്ക് ഇടയനായി തീർന്നിരിക്കുന്നു. ദാവീദ് തന്നെ ഒരു ആടായി ചിത്രീകരിക്കുന്നു, തന്നെ ഒരു ആടായി കാണുന്നു. കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്തെ ഒരാടായി കാണും. കർത്താവ് ആടുകളെ മേയ്ക്കുന്ന ഇടയനാണ്. എല്ലാ വിശ്വാസികളും ആടുകളാണ്. ദൈവ വിശ്വാസികൾ എല്ലാവരും ദൈവത്താൽ വഴി നടത്തപ്പെടുന്ന, ദൈവം മേയ്ക്കുന്ന ആടുകളാണ്. ദൈവത്തിൻ്റെ സ്വന്തം ആടുകൾ. ആരാണ് സ്വന്തം ആടുകൾ? ദൈവം മേയ്ക്കുന്ന ആടുകൾ. എല്ലാ ആടുകളെയുമല്ല. കർത്താവിൽ നിന്നും രക്ഷ നേടിയിട്ടുള്ളവർ, അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവർ, അവരൊക്കെ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ ദൈവത്തിൻ്റെ ആടുകളാണ്. ആ വിശ്വാസികളെ ദൈവം വില കൊടുത്ത് മേടിച്ചതാണ്. രക്ഷിക്കപ്പെട്ടവർ വില കൊടുത്ത് മേടിക്കപ്പെട്ടവരാണ്. ദൈവം സ്വന്തമാക്കിയവരെ എന്ത് വില നൽകി
കർത്താവിൻ്റെ തിരുരക്തം അതിന് വിലയായി നൽകി. കർത്താവിൻ്റെ തിരുരക്തം വിലയായി തന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തു. യേശു ചിന്തിയ രക്തത്താൽ പാപക്കറകൾ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ മാറ്റി. ദൈവം രക്തം വിലയായി തന്ന് നമ്മെ വിലയ്ക്കു മേടിച്ചിരിക്കുന്നു. കർത്താവാൽ വിലയ്ക്കു മേടിക്കപ്പെട്ടവരാണ് യഥാർത്ഥ വിശ്വാസികളും ദൈവത്താൽ മേയ്ക്കപ്പെടുന്ന ആടുകളും. മേലും ഈ ആടുകൾക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ കർത്താവ് പരിഹരിക്കും. കർത്താവ് വില കൊടുത്ത് മേടിച്ച ആടുകൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ കർത്താവ് എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. അവരുടേതായ ആവശ്യങ്ങൾ, അവരുടെ ലൗകികമായ ആവശ്യങ്ങളും അവരുടെ ആത്മീയമായ ആവശ്യങ്ങളും ഒക്കെ കർത്താവ് നിറവേറ്റിക്കൊടുക്കും. ഓരോ മനുഷ്യനും ലൗകികമായ ആവശ്യങ്ങളും ഒപ്പം ആത്മീയ ആവശ്യങ്ങളുമുണ്ട്. ലൗകികമായ ആവശ്യങ്ങൾ കർത്താവ് നമുക്ക് സാധിച്ചു തരുന്നതുപോലെ നാം ഹൃദയത്തിൽ ആത്മീയമായി വളരണമെന്നും ആത്മീയതയിൽ കൂടുതൽ കൂടുതൽ ശക്തരാകണമെന്നും ഉള്ള ആഗ്രഹം നമുക്കുണ്ടേ എങ്കിൽ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും, തൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തും. അങ്ങനെ ആത്മീയതയിൽ നിറഞ്ഞവരായി കാണപ്പെടും ദൈവത്തിൻ്റെ വിശ്വാസികൾ. അപ്പോൾ ലൗകികമായ കാര്യങ്ങളിലും അവർക്ക് കുറവില്ല, ആത്മീയമായ കാര്യങ്ങളിലും അവർക്ക് കുറവൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കർത്താവ് പൂർത്തിയാക്കും. എല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് ഒന്നിനും അവർക്ക് ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ തൻ്റെ ആടുകളെ കർത്താവ് വഴി നടത്തും. അങ്ങനെ വഴി നടത്തപ്പെടുന്ന ആട്ടിൻ കൂട്ടത്തിലെ ഒരാടാണ് ഞാൻ എന്നിവിടെ ദാവീദ് പറയുന്നു. കർത്താവിൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളിൽ ഞാനൊരാടാണ് എന്നിവിടെ ദാവീദ് പറയുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് ഇടയനായി തീർന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു. കർത്താവ് എൻ്റെ ഇടയനാകയാൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ലൗകികമായ കാര്യങ്ങളിലായാലും ആത്മീയമായ കാര്യങ്ങളിലായാലും എല്ലാം എനിക്ക് കർത്താവ് നിറവേറ്റി തരും. കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല, അതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല. കർത്താവ് എനിക്ക് ഇടയനായി തീർന്നുവല്ലോ. കർത്താവ് എനിക്ക് ഇടയനായി തീർന്ന കാരണത്താൽ എനിക്കൊന്നിനും കുറവില്ല, എനിക്കൊന്നിനും കുറവില്ല എന്നിവിടെ പ്രസ്താവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ ദൈവം എനിക്ക് ഇടയനാണ്, എന്നെ മേയ്ക്കുന്ന എൻ്റെ ഇടയനാണ്. ആ ഇടയൻ്റെ കീഴിലെ മേച്ചിൽ പുറത്തെ ഒരാടാണ് ഞാൻ. അങ്ങനെ കർത്താവ് എന്നെ ഒരാടായി എന്നെ വഴി നടത്തുന്നത് മൂലം, കർത്താവിൻ്റെ മേച്ചിൽ പുറത്തെ ഒരാടായി ഞാൻ കാണുന്നത് കൊണ്ടും കർത്താവ് എന്നെ വഴി നടത്തുന്നത് കൊണ്ടും എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനും ദുഃഖമില്ല, ഒന്നിലും ദുരിതമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് പരിഗണിക്കുന്നു. എൻ്റെ കർത്താവ് എനിക്ക് ഇടയനായി തീർന്നിരിക്കുന്ന കാരണത്താൽ ഈ ലൗകികമായ എൻ്റെ ആവശ്യങ്ങളും ആത്മീയമായ എൻ്റെ ആവശ്യങ്ങളും എല്ലാം എനിക്ക് നിറവേറ്റി തരുന്നത് മൂലം കർത്താവിനെ
ഞാൻ ഇടയനായി സ്വീകരിച്ചിരിക്കുന്നത് മൂലം, കർത്താവിൻ്റെ ഇടയനായി തീർന്നത് കൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നുള്ള ആ ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്നിവിടെ വളരെ അസന്നിധമായി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാമും കർത്താവിൻ്റെ ആടുകളാണ്. ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കണം. ദാവീദ് പറഞ്ഞതുപോലെ കർത്താവിനെ ഇടയനായി സ്വീകരിച്ച ആ ദാവീദ് പറയുന്നത് പോലെ പറയുവാനുള്ള ചങ്കൂറ്റവും ആ ധൈര്യവും ആ മനോഭാവവും ഓരോ ദൈവ പൈതലിനും ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. ദാവീദ് പറഞ്ഞതുപോലെ നാമും പറയണം, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവിൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് പറയത്തക്ക രീതിയിലായിരിക്കണം വിശ്വാസികൾ എന്ന് പറയുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 100 അതിൻ്റെ 3-ാമത്തെ വാക്യം, കർത്താവ് ദൈവമാണെന്നറിയുക, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവൻ്റേത്, നാം അവൻ്റെ ജനം, അവൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകൾ. കർത്താവ് ദൈവമെന്ന് അറിയുക, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവൻ്റേത്, നാം അവൻ്റെ ജനം, അവൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദൈവമാണെന്ന് അറിയുക. കർത്താവ് നമ്മുടെ ദൈവമാണ്. അവനാണ് നമ്മെ ഈ ലോകത്ത് സൃഷ്ടിച്ചത്. നാം അവൻ്റേത്, നാം നമ്മുടേതല്ല, നാം നമുക്ക് സ്വന്തമല്ല, നാം കർത്താവിന് സ്വന്തമാണ്. എന്തുകൊണ്ട് കർത്താവിന് സ്വന്തം? കർത്താവ് നമ്മെ വിലക്കെടുത്തു പോയി, നമ്മെ വിലക്കെടുത്തു കഴിഞ്ഞു. രക്തം വിലയായി തന്ന്, യേശുവിൻ്റെ പരിശുദ്ധ രക്തം, കൽവാരിയിൽ ചിന്തിയ രക്തം നമുക്ക് വിലയായി തന്ന് ദൈവം നമ്മെ വിലക്കെടുത്തിരിക്കുന്നു. ദൈവം നമ്മെ വിലക്കെടുത്തു കഴിഞ്ഞതാൽ രക്ഷമൂലം ദൈവത്തിൻ്റെതായ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് തന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളായി നമ്മെ സ്വീകരിച്ചിരിക്കുന്ന കാരണത്താൽ അബ്ബാ പിതാവേ എന്ന് ആ കർത്താവിനെ വിളിക്കുവാനുള്ള പുത്രസ്വീകാര അംഗീകാരം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം അവൻ്റേതാണ്, നാം നമ്മുടേതല്ല. നാം അവൻ്റെ ജനം, നാം കർത്താവിൻ്റെ ജനമാണ്, നാം ദൈവത്തിൻ്റെ ജനമാണ്, നാം ദൈവജനമാണ്. ഓർക്കുക, അവൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളാണ് നാം. നമ്മെ മേയ്ക്കുവാനായി ഇടയനായി ആ കർത്താവ് കടന്നു വന്നിരിക്കുന്നു. ആ കർത്താവ് നമുക്ക് ഇടയനാണ്. ആ കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളാണ് നാം എല്ലാവരും എന്നുള്ള പൂർണ്ണ ബോധ്യം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്കുണ്ടാകണം. നാം ആടുകളാകുന്നു, കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളാകുന്നു. കർത്താവ് നമ്മെ നയിക്കുമെന്നുണ്ട് എങ്കിൽ, കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്തെ ഒരാടായി നീ കാണപ്പെടുന്നുവെങ്കിൽ, നിന്നെ നയിക്കുന്നത്, നിന്നെ വഴി നടത്തുന്നത്, ആടായ നിന്നെ വഴി നടത്തുന്നത് നിന്റെ നല്ല ഇടയനാണ് എങ്കിൽ ഈ ലോകത്തൊന്നിനും നീ ദുഃഖിക്കേണ്ടി വരികയില്ല.
അപൂർണ ബോധ്യം നിന്റെ മനസ്സിലുണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്തെ ഒരാടാണ്. രക്ഷ മൂലം കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് മൂലം ഞാൻ ദൈവത്തിൻ്റെതായ ആടുകളിൽ ഒന്നാണ്. എന്നെ വിലയ്ക്കെടുത്തു കഴിഞ്ഞു. കർത്താവ് എന്നെ വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റേതല്ല, ഞാൻ എനിക്ക് സ്വന്തമുള്ളതല്ല, ഞാൻ കർത്താവിന് സ്വന്തമാണ്. കർത്താവ് വിലയ്ക്കെടുത്തു കഴിഞ്ഞു. ആ കർത്താവ് എന്നെ വഴി നടത്തും. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഈ ജീവിതത്തിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്കുണ്ടായിരിക്കണം. നീ കർത്താവിൻ്റെ മേച്ചിൽ പുറത്തെ ഒരാട് ആണെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നല്ല ഇടയൻ ഞാനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു. നല്ല ഇടയൻ ഞാനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നല്ല ഇടയൻ ഞാനാണ് എന്ന് ഇവിടെ യേശു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു. ജീവനെ നമുക്കായി ത്യജിക്കുന്നു. ജീവൻ നമുക്ക് നൽകുന്നു. തൻ്റെ ജീവനെ ആടുകൾക്കായി നൽകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരിടയൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഗാഹുൽത്ത മലയിൽ കുരിശിൽ കിടന്ന് സകല തുള്ളി രക്തവും ചിന്തി നമുക്കായി മരിച്ച ഒരു യേശു. ആ യേശു പറയുന്നു, എൻ്റെ ആടുകൾക്കായി ഞാൻ ജീവൻ ത്യജിക്കുന്നു. എൻ്റെ ജീവനെ ഞാൻ ത്യജിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. എൻ്റെ ജീവൻ അവർക്കായി നൽകുന്നു. എൻ്റെ ആടുകൾക്കായി എൻ്റെ ജീവൻ നൽകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏറ്റവും കൂടുതൽ ഹൃദയത്തെ തൊടുന്ന ഒരു വചനമാണ് ഈ വചനം. എൻ്റെ ആടുകൾക്കായി ഞാൻ ജീവൻ ത്യജിക്കുന്നു. കുരിശിൽ കിടന്ന് കുരിശു മരണം വരിച്ച് ജീവനെ നമുക്കായി നൽകിയ ഒരു നല്ല ഇടയൻ. അതാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവൻ ത്യജിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ഒരു വലിയൊരു കാര്യമാണ്. ജീവൻ നമുക്ക് നൽകി കഴിഞ്ഞു. ജീവനെ നമുക്ക് പ്രദാനം ചെയ്തു. നല്ല ഇടയൻ നമുക്ക് ജീവനെ പ്രദാനം ചെയ്തു. ആ നല്ല ഇടയൻ നമുക്കായി ഒരിക്കൽ മരിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നു യേശു. ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ തൻ്റെ ജോലി അവസാനിപ്പിച്ചു. നമുക്ക് വേണ്ടി മരണമടഞ്ഞു. നമുക്ക് വേണ്ടി മരിച്ചു. ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി മരിച്ച് ജീവൻ കളഞ്ഞു. അതോടെ തൻ്റെ ജോലി, ഭൂമിയിലെ തൻ്റെ ജോലി അവസാനിപ്പിച്ചു. ഭൂമിയിലെ തൻ്റെ ജോലി, അത്രയും കാലം ഭൂമിയിലായിരുന്നു. അതോടെ കർത്താവിൻ്റെ ആ ശുശ്രൂഷ അവിടെ കഴിയുന്നു. കർത്താവിൻ്റെ
ജോലി കഴിയുന്നു. ഇത് ഭൂതകാലമാണ്. ഇത് ഭൂതകാലമാണ്. രണ്ടാമത്, ആ കർത്താവ് മുഖ്യ ഇടയനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യ ഇടയനായി ആ യേശു, മരിച്ചുപോയ യേശു ഇപ്പോഴും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ യേശുവിനെ പോലെ നമ്മെ മാറ്റുവാൻ വേണ്ടി, യേശുവിനെ പോലെ നമ്മെ മാറ്റിയെടുക്കുവാനായി ഒരിക്കൽ മരിച്ചുപോയ യേശു, ഭൂതകാലത്തിൽ മരിച്ചുപോയ യേശു ഈ വർത്തമാനകാലത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം നമ്മെ യേശുവിനെ പോലെ മാറ്റുവാനായി നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിനെ പോലെ മൊത്തം ജനങ്ങളെ മാറ്റുവാൻ ആ യേശു മുഖ്യ ഇടയനായി ഇതാ കടന്നു വന്നിരിക്കുന്നു. ആ മുഖ്യ ഇടയൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വർത്തമാനകാലമാകുന്നു. ഇത് വർത്തമാനകാലത്തിൽ ഈ മുഖ്യ ഇടയൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇനിയും ഈ മുഖ്യ ഇടയൻ ഇനി ഒരിക്കൽ കൂടി പ്രത്യക്ഷനാകും. എങ്ങനെ? മഹായിടയനായി യേശു വീണ്ടും പ്രത്യക്ഷനാകും. യേശുവിൻ്റെ രണ്ടാം വരവിൽ യേശു വീണ്ടും വരുവാൻ പോകുന്നു. നമുക്കുള്ള സമ്മാനങ്ങളും കൊണ്ട് യേശു വരുവാൻ പോകുന്നു. അത് വരാൻ പോകുന്നത് ഭാവി കാലമാണ്. ഭാവി കാലത്തിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് സംഭവിക്കും. യേശു ഇവിടെ നല്ല ഇടയനായി നമുക്കായി ഈ ഭൂമിയിൽ ജനിച്ചു. ആ നല്ല ഇടയൻ മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. ആ നല്ല ഇടയൻ തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി. രണ്ടാമത് മുഖ്യ ഇടയനായി ഇന്നും ആ യേശു നമ്മോടൊപ്പം കാണപ്പെടുന്നു. മറ്റുള്ളവരെ എല്ലാവരെയും തന്നെ പോലെ, ക്രിസ്തുവിനെ പോലെ മാറ്റിയെടുക്കുന്ന പണിയിൽ വ്യാപൃതനായിരിക്കുന്നു ഈ വർത്തമാനകാലത്ത്. എന്നാൽ ഇനിയും ആ യേശു മഹാ ഇടയനായി കടന്നു വരുവാൻ പോകുന്നു. നമുക്ക് സമ്മാനങ്ങളുമായി വരുവാൻ പോകുന്ന ഒരു യേശു, അത് ഭാവിയിൽ വരുവാൻ പോകുന്നു. അത് യേശു കടന്നു വരുവാൻ പോകുന്നു. അത് ഭാവിയിലാണ്. ഭൂതകാലത്തിൽ യേശു വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ തൻ്റെ പണി പൂർത്തിയാക്കി. ഇപ്പോൾ വർത്തമാനകാലത്തും യേശു ഇവിടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യരെ യേശുവിനെ പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയും മഹാ ഇടയനായി ഭാവിയിൽ വരാൻ പോകുന്നു. ആ വരവ് രണ്ടാമത്തെ വരവാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ സമ്മാനങ്ങളുമായി വരുവാൻ പോകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാണ് നല്ല ഇടയനെന്ന് യേശു തന്നെ പറ്റി വിശേഷിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണെന്നുള്ളത് ഓർക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇവിടെ ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിൻ്റെ ഇടയനാകുന്നു, കർത്താവ് എന്നെ മേയ്ക്കുന്ന ഇടയനാകുന്നു. ആ ഇടയൻ എന്നെ മേയ്ക്കുന്നത് കൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് വളരെ അസന്നിധമായി പ്രഖ്യാപിക്കുന്ന ആ ദാവീദിനെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പിന്തുടരണം. നീയും ആത്മവിശ്വാസത്തോടു കൂടി പറയണം, എൻ്റെ യേശുവാൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. എൻ്റെ യേശു എനിക്കായും രക്തം ചിന്തി മരിച്ചു.
എനിക്ക് വേണ്ടി മരിച്ച യേശു എന്നെ വില കൊടുത്തു മേടിച്ചു. രക്തം വിലയായി തന്ന് എന്നെ മേടിച്ച യേശു എന്നെ മേയ്ക്കുന്നു. എന്നെ മേയ്ക്കുന്ന ആ മേച്ചിൽ പുറത്തെ ആടുകളിൽ ഒന്നായി ഞാൻ കാണപ്പെടുന്നു. അങ്ങനെ ഞാൻ യേശുവിൻ്റെ ആ യേശുവാകുന്ന ഇടയൻ്റെ ആടാകുന്നു. ആ നല്ല ഇടയൻ്റെ ആടാകയാൽ എനിക്കൊന്നിനും കുറവ് വരുത്തുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഞാൻ സന്തോഷമായി എന്നും കാണപ്പെടും. എന്തുകൊണ്ടെന്നാൽ ദാവീദിനെ പോലെ പറയണം, നീ ആ കർത്താവിൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുക ഇല്ല എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടാകണം. എങ്കിലേ നീ ഒരു വിശ്വാസി, ദൈവത്തിൻ്റെ വിശ്വാസി. ദൈവം നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളും, നിനക്കായി പ്രവർത്തിച്ചുകൊള്ളും. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. നിനക്കെന്തായി എന്ന് അന്വേഷിക്കുന്ന ദൈവമാണ്. നിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു കരുതലുള്ള ദൈവമാണ്. നിന്നെ കരുതുന്ന ദൈവമാണ്. നിന്നെ കരുതുന്ന ഒരു ഇടയനാണ് നിന്റെ കർത്താവ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരിക്കലും മറന്നു പോകരുത്. നിന്നെ കരുതുന്ന ഒരു ഇടയൻ, ആ ഇടയനെ കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദാവീദിനെ പോലെ എടുത്തു പറയുവാൻ നിനക്കും സാധിക്കണം. കർത്താവിൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുകയും ആ നല്ല ഇടയനെ നീ സ്വീകരിക്കുകയും ആ നല്ല ഇടയൻ്റെ കീഴിൽ മേച്ചിൽ പുറത്തെ ഒരാടായി തന്നെ നീ കാണപ്പെടുകയും ചെയ്താൽ ഈ ഭൂമിയിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല, ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ദാവീദിനെ പോലെ ഈ കാര്യം നിനക്കും അസന്നിധമായി പ്രഖ്യാപിക്കുവാൻ നിന്നെ കൊണ്ടും സാധിക്കുമെന്നുള്ള സത്യം നീ മറന്നു പോകരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസികളാണ് നാം ദൈവത്തിൻ്റെ വിശ്വാസികളാണ്. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മേച്ചിൽ പുറത്ത് ഓരോരുത്തരും ഓരോ ആടുകളാണ്. ആടുകളെ ഇടയൻ എങ്ങനെ ശ്രദ്ധിക്കുമോ അതേപോലെ വിശ്വാസികളായ നമ്മയും കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു, നമ്മെ കരുതുന്നു, നമ്മെ ശ്രദ്ധിക്കുന്നു, നമുക്കായി പ്രവർത്തിക്കുന്നു. ആ നല്ല ഇടയനെ ഓർത്ത് നീ സന്തോഷിക്കണം. ആ നല്ല ഇടയൻ ഒരിക്കൽ കടന്നു വന്നു. ആ വന്ന യേശു എനിക്കായി മരിച്ചു. ആ നല്ല ഇടയൻ എനിക്കായി മരിച്ചു. ഇപ്പോഴാകട്ടെ ആ നല്ല ഇടയൻ മുഖ്യ ഇടയനായി മാറി ഇപ്പോൾ ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും മാറ്റുവാനായി, കർത്താവിൻ്റെ ജനമായി മാറ്റുവാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭാവിയിൽ ഇനിയും ആ ഇടയൻ, ആ നല്ല ഇടയൻ കടന്നു വരുവാൻ പോകുന്നു. മഹാ ഇടയനായി കടന്നു വരുമ്പോൾ ആ ദൈവം എനിക്കുള്ള സമ്മാനവുമായി കടന്നു വരും. ആ രണ്ടാമത്തെ വരവിൽ, കർത്താവിൻ്റെ രഹസ്യ വരവിൽ ആ സമ്മാനവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി കാണപ്പെടും, നിത്യതയിൽ കാണപ്പെടുമെന്നുള്ള ആ വലിയ ഒരു ആഗ്രഹം, വലിയ സന്തോഷം എല്ലാ ഹൃദയങ്ങളിലും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
அவன் வாழ்ந்தும் நன்மை இல்லை. தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். இயேசு தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். தம்மையும் தேடுபவர் இந்த மண்ணிலே உண்டோ என்று, தம்மையும் தேடுபவர் இந்த மண்ணிலே உண்டோ என்று, வல்லவர் கண்ணோக்கினார் இங்கு நல்லவர் யாருமில்லை. வல்லவர் கண்ணோக்கினார் இங்கு நல்லவர் யாருமில்லை. தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். இயேசு தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். பாவம் செய்பவர்கள் தேவனை தொழுவதில்லை. பாவம் செய்பவர்கள் தேவனை தொழுவதில்லை. கர்த்தரோ நீதிமானின் சந்ததியோடிருப்பார். கர்த்தரோ நீதிமானின் சந்ததியோடிருப்பார். தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். இயேசு தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். அவன் வார்த்தை உண்மையில்லை, அவன் வாழ்ந்தும் நன்மை இல்லை. அவன் வாழ்ந்தும் நன்மை இல்லை. தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். இயேசு தேவன் இல்லை என்று மதிகேடன் சொல்லுகிறார். ஹalleluya, ஹalleluya, ஹalleluya. ஆண்டவர் கொடுத்த இந்த நல்ல நேரத்திற்காக ஆண்டவருக்கு நன்றி செலுத்துகிறோம். ஆண்டவராகிய தேவனுடைய வார்த்தையை கேட்பதற்கு
ஆவலாய் காணப்படுகிற அருமையான தேவ பிள்ளைகளுக்காக ஆண்டவருக்கு நன்றி செலுத்துகிறேன். ஆண்டவராகிய கடவுளுடைய திட்டங்கள் நிறைவேறும் இக்காலத்தில் அவருடைய வார்த்தைகள் எங்கும் மண்ணுலகம் எல்லாம் வெளிப்பட வேண்டிய நேரத்தில் ஆண்டவராகிய கடவுள் அநேக தேவ மனிதர்களை கொண்டு அவருடைய வார்த்தைகளை வெளிப்படுத்தி கொண்டே வருகிறார். காலங்கள் நெருங்கி வருகிறது. அவருடைய வருகையோ மிக சமீபம். அதற்கு முன்னால் உலக அனைத்து மக்களும் மனம் திரும்ப வேண்டும், மனமாற்றம் அடைய வேண்டும். சரீரம் எல்லாமே ஆலயமாக மாற வேண்டும். ஆண்டவர் அந்த ஆலயத்தினுள் வாசம் செய்ய வேண்டும். அவருடைய ஜனமாக எல்லா மக்களும் மாறும் நாள் வரும்போது ஆண்டவர் இயேசுவின் வருகை இருக்கும். அருமையானவர்களே, ஆண்டவரின் பிள்ளைகளை, உங்கள் குடும்பம் முழுமையாக ஆண்டவருக்குள் கடந்து வர வேண்டும். உங்கள் பிள்ளைகள் முழுமையாக கடவுளின் மக்களாக மாற வேண்டும். ஆண்டவராகிய தேவனுடைய திட்டம் அதுதான். அவர் நமக்குள் வாசம் செய்ய வேண்டும். அவர் நமக்குள் வசிக்க வேண்டும். அவர் நம்முள் குடியிருக்க வேண்டும். அவர் நம்மோடு பேச வேண்டும். அவர்தான் தேற்றரவாளர், நம்மை ஆட்டி தேற்றி வழிநடத்த வேண்டியவர். ஆண்டவர் இயேசு பரலோகம் சென்ற பின் உங்களுக்கு துணையாளரை அனுப்புவேன் என்றார். துணையாளர் வந்துவிட்டார். அவரை ஏற்றுக்கொள்ள மக்கள் இல்லை. ஆண்டவருக்கு நன்றி சொல்லவும், அவரை அறிந்திருப்பவர்களுக்காக, அவரை தேடி கண்டடைந்தவர்களுக்காக, அவருடைய பிள்ளைகளாய் வாழும் மக்களுக்காக ஆண்டவருக்கு நன்றி சொல்லுவோம். இந்த நாளுக்காக நன்றி சொல்லுவோம். பரலோக சம்பத்தை உங்கள் இல்லங்களுக்கு அனுப்பி வைக்கிறோம். அவருடைய வார்த்தையை விட மேலான சம்பத்து உலகில் வேறு யாதுமே இல்லை. உயிரான தேவனுடைய வார்த்தைகள் உயிரிலும் மேலானது. அதை ஏற்றுக்கொள்ளுங்கள், அதன்படியாக வாழ முயலுங்கள். ஆண்டவருக்கு உங்களை ஒப்பு கொடுங்கள். உங்கள் தேவைகளையெல்லாம் நிறைவேற்றுகிற நல்ல பிதா அவர். அவருடைய மகனையே நமக்கு அளித்தவர். நம் தேவைகளை நிறைவேற்றாமல் இருப்பாரோ? இக்காலத்தில் அநேக கோடிக்கணக்கான மக்கள் ஆண்டவரை தேடாத, அவர் இல்லாத வாழ்க்கை வாழ்ந்து வருகிறார்கள். சங்கீர்த்தனம் 52 1, 2, 3 கூறுகிறது, கடவுள் இல்லை என்று அறிவிலி தனக்குள் சொல்லிக் கொள்கிறான். கடவுள் இல்லை. கடவுள் நம்மை பார்ப்பதுண்டோ? நாம் செய்வது ஏதாவது அவருக்கு தெரியுமோ? நம்முடைய வாழ்க்கை அவருக்கு தெரியுமோ? இரவு பகலாய் சுற்றி தெரியும். மனித கூட்டங்கள், எத்தனையோ பேர்கள், குடித்து கும்மாளமிடுபவர்கள், எத்தனையோ பேர்கள், தீமையாய் வாழ்பவர்கள், எத்தனையோ பேர்கள், நயவஞ்சகராக இருப்பவர்கள், எத்தனையோ பேர்கள். அருமையானவர்களே, இது சிந்திக்க வேண்டிய காலம். ஆண்டவராகிய கடவுள் இல்லை. அவர் நம்மை பார்க்கிறதும் இல்லை. அவருக்கு நம்மை தெரியாது. எண்ணுகிற வாலிபர்கள் கோடிக்கணக்கானவர்கள் கிறிஸ்திய வாழ்க்கை முறையை விட்டுவிட்டு பணங்காசுக்காகவே உலகமெங்கும் கடந்து செல்பவர்கள் அநேக ஆயிரக்கணக்கானவர்கள். சங்கீர்த்தனக்காரர் கூறுகிறார், கடவுள் இல்லை என்று அறிவிலி தனக்குள் சொல்லிக் கொள்கிறான். கடவுள் இல்லை.
கடவுள் எதுவும் பார்ப்பதில்லை, அவருக்கு எதுவுமே தெரியாது. கடவுள் இல்லை என்று அறிவிலி தனக்குள் சொல்லிக் கொள்கிறான். மனிதர்கள் முற்றிலும் கெட்டு போயினர், அக்கிரமத்தையே செய்கின்றனர், நன்மை செய்பவனையே இல்லை என்கிறார். மனிதர்கள் முற்றிலும் கெட்டு போயினர், அக்கிரமத்தையே செய்கின்றனர். பணம் இருப்பதால், செல்வச் செழிப்பாயிருப்பதால் தாம் செய்வது என்னவென்றே தெரியாமல் கடவுளை மறந்து வாழும் மனிதர்கள், குடும்பங்கள் எத்தனையோ உண்டு. ஆண்டவராகிய கடவுளை விட்டு வாழும் எத்தனையோ மக்கள் உண்டு. மனிதர்கள் முற்றிலும் கெட்டு போயினர், அக்கிரமத்தையே செய்கின்றனர், நன்மை செய்பவனே இல்லை. விண்ணுலகிலிருந்து ஆண்டவர் மனுமக்களை பார்க்கிறார். அறிவுள்ளவன், தம்மை தேடுபவன் எவனாகிலும் உண்டோ? ஆண்டவர் பூலோகத்தை நோக்கி, பூமியின் மக்களை நோக்கி பார்க்கிறார். வானிலிருந்து கடவுள் பூலோக மனிதர்களை பார்க்கிறார். அறிவுள்ளவன், ஆண்டவருக்குள் அறிவுள்ளவன், அவரை தேடுபவன் எவனாகிலும் உண்டோ என அவர் தேடி பார்க்கிறார். ஆண்டவர் பார்க்கும்போது எல்லோரும் நெறி தவறி போயினர், கடவுளை விட்டுவிட்டனர், உண்மை நெறியை விட்டு சென்றனர். எல்லோரும் நெறி தவறி போயினர், ஒருங்கே கெட்டழிந்தனர். நன்மை செய்வோனே இல்லை, இல்லவே இல்லை, ஒருவன் கூட இல்லை என்கிறார். அக்காலத்தில் எழுதப்பட்டது இந்த காலத்திற்கு ஏற்றதாய் உள்ளது. அருமையானவர்களே, நாம் ஆண்டவரை நோக்கி வேதனையோடு ஜெபிக்க வேண்டிய காலம் இந்த காலம். ஆண்டவருடைய இரக்கம், அவருடைய அறிவும், அவரை பற்றிய சிந்தையும் இந்த உலகத்தின் மக்களில் கடந்து வர வேண்டுமென்றால் அவரே பூமியை நோக்கி மனிதகுலம் மாறும்படியாக கட்டளை பிறப்பிக்க வேண்டும். அவர் ஒரு வார்த்தை சொன்னால் உலக மனிதர்களில் மாற்றம் உண்டாகும். அவர் ஒரு வார்த்தை சொன்னால் குடித்து கொண்டே இருப்பவர்களில் மாற்றம் உண்டாகும். அவர் ஒரு வார்த்தை சொன்னால் விபச்சார சிந்தைகள் மாறிப்போகும். அவர் ஒரு வார்த்தை சொன்னால் பூமியில் நன்மை பெருக. அவர் ஒரு வார்த்தை சொல்ல வேண்டும். அவருடைய வார்த்தைக்காக பூமி காத்திருக்கிறது, அவருடைய வார்த்தைக்காக உலகம் காத்திருக்கின்றது. ஆண்டவரே, நீர் ஒரு வார்த்தை சொல்லுப்பா, இந்த உலகத்தின் மக்கள் எல்லோரும் மாறும்படியாக. இசையா சொன்னாரே, நாங்கள் எத்தனையோ பாடுகள் பட்டோம், கர்ப்பம் தரித்தோம், ஆனால் பிள்ளைகளுக்கு பதிலாக காட்டை பெற்றவர்களானோம். இசையா 26:16 வாசிக்கும் போது, எங்களுக்கு பிள்ளைகள் பிறக்கவில்லையே. அருமையானவர்களே, ஆண்டவரின் பிள்ளைகளே, ஆண்டவரை நோக்கி ஜெபியுங்கள். உங்கள் குடும்பங்களில் மாற்றம் உண்டாக, கணவனில் மாற்றம் உண்டாக, வாலிபர்களில் மாற்றம் ஏற்பட, எல்லோரும் மனமாற ஆண்டவரின் சமூகத்தில் அவருக்குரிய பிள்ளைகளாக வாழ இக்காலத்தில் நாம் எல்லோரும் ஒன்று சேர்ந்து உழைக்க வேண்டும். உலகமெங்கும்
நற்செய்தியாளர்கள் ஆண்டவரின் வேலை செய்து வருகின்றார்கள். எத்தனையோ சபையார் உண்டு, எத்தனையோ சபைகளில் கூடி வருகிற விசுவாசிகள் உண்டு. எல்லோரும் ஒன்றித்து ஒரு நிலையினராய் ஒருமிக்க ஆண்டவரை நோக்கி வேதனையோடு ஜெபித்தால் இந்த உலகில் மாற்றம் வரும். இந்த உலகில் அவருடைய ஆவி இறங்கி வரும். அது பூலோகத்தை நிரப்பும், அது பூமியை நிரப்பும். பூமியின் குடிகள் எல்லோர் மேலும் கடந்து வரும். எல்லா மக்களிலும் மாற்றம் உண்டாகும். அவர்தம் ஆவியானது விண்ணகத்திலிருந்து பூமி எங்கும் எழுந்து வர வேண்டும். ஆண்டவருக்கு நன்றி சொல்லுவோம். அவருடைய மேலான இரக்கத்திற்காக, அவர் செய்து வருகிற நன்மைகளுக்காக, தம்முடைய மகனையே நமக்காய் கையளித்தாரே. பூமியில் ஒருவரும் பூமியில் உள்ள மக்கள் தண்டனை பெற வேண்டும் என்றல்ல, அவருடைய மகனின் இரத்தத்தினாலே மீட்படைய வேண்டும் என்பதற்காகவே ஆண்டவராகிய கடவுள் தம் மகனையே கையளித்தார். அந்த மகனின் பாடுகளின் வேளையில் அவர் எத்தனையோ வேதனை அடைந்திருப்பார். தம்முடைய மகனை ஒரு கள்ளனை போல இழுத்து கொண்டு சென்று அவர் பாடுபட்டு வேதனைப்பட்டு இரத்தம் சிந்தி மரணப்பட்டாரே. யாருக்காக? இந்த உலக மக்கள் எல்லோரும் மீட்படைவதற்காக. இந்த உலக மக்கள் என்று வரும்போது, உலக பாவங்கள் போக்குவதற்காக என்று வரும்போது, ஏதோ சில மனிதர்களோ சில கூட்டத்தினரோ சில சபையாரோ அல்ல. உலகம் எங்கும் மாற்றம் ஏற்பட வேண்டும். உலகத்தின் மக்கள் எல்லோரும் மாற வேண்டும். ஆண்டவருக்கு நன்றி சொல்லுவோம். அவர் செய்த எண்ணமற்ற நன்மைகளுக்காக, அவருடைய மேலான செயல்களுக்காக, அவருடைய நன்மைத்தனத்திற்காக, அவர் நம்மை கட்டி அரவணைத்து பாதுகாத்து கொண்டிருப்பதற்காக, நம்ம இல்லத்தின் தேவைகளை அவர் அறிந்து செய்வதற்காக, சிறு குழந்தை முதல் நம் குடும்பத்தில் அனைவரையும் அவர் பாதுகாப்பதற்காக, வியாதி படுக்கையிலிருந்து மீட்டுக்கொள்வதற்காக, அவரை எழுப்பி விடுவதற்காக நம் நல்ல தகப்பனுக்கு நன்றி சொல்லுவோம். எல்லோரும் கண்களை மூடி ஜெபிப்போம். நம் தந்தையிடம் கண்ணீரோடு மன்றாடுவோம். Praise the Lord. Glory to Lord. நன்றியோடுமை துதிக்கிற ஆண்டவரே, நன்றியோடுமை ஸ்தோத்தரிக்கிற ஆண்டவரே, செய்தெல்லாம் நன்மைகளுக்காக நன்றி செலுத்துகிறோப்பா. ஆண்டவரே, அழிந்து போக வேண்டிய மக்களாகிய எங்கள் எல்லோரையும் உம்முடைய பாதபடிகள் அமர வைத்தீர். உமக்கு நன்றி கூறுகிறேன் ஆண்டவரே. உமக்கு நன்றி. உமக்கண்டு செய்வதற்கு ஒன்றுமே தெரியாது. நீர்தான் கற்றுத்தர வேண்டும். நீர்தான் மக்கள் எல்லோரையும் மாற்ற வேண்டும். நீர்தான் வழி நடத்த வேண்டும். நீர்தான் அறிவு புகட்ட வேண்டும். நீர்தான் ஞானம் புத்தி அளிக்க வேண்டும். ஆண்டவரே, நன்றியோடுமை துதிக்கிறேன். பாராமுகமாயிராதையும் எங்களை பாரும் ஆண்டவரே. குடும்பங்களை கண்ணோக்கி பாரும். எல்லா குழந்தைகளையும் பாரும். அவர்கள் உள்ளத்தில் உமது ஆவி ஊட்டப்பட வேண்டும். அவர்கள் மனங்களில் அமைதி உண்டாக வேண்டும். குடும்பங்களில் சமாதானம் குடியிருக்க வேண்டும். ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும். நற்செய்தி எங்கும் பரவுதலாய் கடந்து செல்ல ஆசீர்வதியும் ஆண்டவரே. ஆண்டவரின் வேலையாட்கள் அனைவரையும், அனைத்து உலகத்தில் காணப்படுகிற எல்லா சபையார் நடத்துகிறவர்கள் எல்லோரையும் பலப்படுத்தும், சக்திப்படுத்தும், தாங்கும். அவர்கள் தேவைகளை நிறைவேற்றும். ஆசீர்வதியும் ஆண்டவரே. கள்ளமில்லா உள்ளத்தோடு உமக்கு பணிபுரிய அனைவர் மேலும் இறங்கும் ஆண்டவரே. உம்முடைய இரக்கம் எல்லா குடும்பங்களிலும் கடந்து வரும்படியாய் ஜெபிக்கிறேன். ஆசீர்வதிக்கும்படியாய் ஜெபிக்கிறேன் ஆண்டவரே.
நன்றியோடுமை துதிக்கிற தகப்பனே, நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. உமக்கு ஸ்தோத்திரம் பிதாவே. ஹalleluya, ஹalleluya, ஹalleluya. Glory to Lord, praise the Lord. Glory to Lord, praise the Lord. Glory to Father, thank you Father. Hallelujah, ஹalleluya. நன்றி, உமக்கு நன்றி, உமக்கு நன்றி. செய்த நன்மைகளுக்காக நன்றி ஆண்டவரே. உமக்கு நன்றி கர்த்தாவே, உமக்கு நன்றி. உமக்கு நன்றி செலுத்துகிறோம் ஆண்டவரே. நீர் செய்த எல்லா நன்மைகளுக்காக, எண்ணமில்லாத நன்மைகளுக்காக உமக்கு நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி ஆண்டவரே. பிரைஸ் தி லார்ட், க்ளோரி டு லார்ட், க்ளோரி டு லார்ட். ஒவ்வொரு நிமிடமும் நீர் அதிசயமாய் செயலாட்டுகிறீர். ஒவ்வொரு வேளையும் நீர் அதிசயமாய் செயலாட்டுகிறீர். கேட்பதெல்லாம் உம்முடைய மக்களுக்கு அளித்து வருகிறீர். ஆமென் ஆண்டவரே, ஆமென் கர்த்தாவே. உமக்கு நன்றி செலுத்துகிறோப்பா. நன்றி ஆண்டவரே. நாளும் எந்நேரமும், இரவும் பகலும், விடியற்காலையும் மாலையும், நண்பகலும் எல்லாமே உமக்கு நன்றி செலுத்த கடமைப்பட்டு காணப்படுகிறோம். நன்றி தகப்பனே. போக்கிலும் வாரத்திலும் உமக்கு நன்றி செலுத்துகிறோம். எழும்போது உமக்கு நன்றி கூறுகிறோப்பா. ஆண்டவரே உமக்கு நன்றி கர்த்தாவே, உமக்கு நன்றி. இந்நேரம் நீர் எங்களை பாதுகாத்தீர், உமக்கு நன்றி. தடை அகற்றினீர், உமக்கு நன்றி. நன்மை செய்கிறீர், உமக்கு நன்றி. ஆண்டவரே, இந்த வேலைக்கு உதவியாக இருக்கிற பிள்ளைகளையும் ஆசீர்வதிக்கிறீர், உமக்கு நன்றி. நன்றியோடுமை துதிக்கிறனப்பா. இதை கேட்டுக்கொண்டிருக்கிற அருமையான மக்கள், எல்லா குடும்பங்களில் இருப்பவர்கள், கேட்பவர்கள் எல்லோரையும் ஆசீர்வதியும் ஆண்டவரே. நல்மனமில்லாத மக்களையும் திருத்தி மாட்டும் ஆண்டவரே. ஆசீர்வதியும், எல்லா குடும்பங்களையும் ஆசீர்வதியும், ஆசீர்வதியும். உம்முடைய பிரதான கரம் நீட்டி ஆசீர்வதியும். நீரே ஆசீர்வதியும். அவர்களை தொட்டு ஆசீர்வதியும். அவர்கள் குடும்பங்களில் தாவியை ஊற்றி ஆசீர்வதியும். தாவியை அனுப்பும். ஆசீர்வதியும், ஆசீர்வதியும், ஆசீர்வதியும். எல்லாம் வல்ல ஆண்டவராகிய இயேசுவின் நாமத்தில் ஜெபிக்கிறேன். எங்கள் ஜெபம் கேளும் நல்ல பிதாவே. ஆமென். என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி. என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி. அவர் சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென், ஆமென். ஹalleluya, ஹalleluya, ஹalleluya. நன்றி.